സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോബ്ലം വെച്ചുകൊണ്ട് പഠിക്കാൻ പോകുന്നത്, നമ്മൾ ബാങ്കിൽ നിന്നും ഒരു 10 ലക്ഷം രൂപ ഓടി എടുക്കുകയാണ്. 10 ലക്ഷം രൂപ കൂടി നമുക്ക് ബാങ്ക് എന്ത് ചെയ്യാണ്, ഓടി ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മെറ്റീരിയലുകളൊക്കെ വന്നു. ആ മെറ്റീരിയലുകൾക്കുള്ള ഒരു ട്രാൻസ്പോർട്ടിങ് ചാർജ് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നമ്മൾ A1 എന്ന ടീമിൽ നിന്നും കുറച്ച് മെറ്റീരിയലുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു പർച്ചേസ് എൻട്രി കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ബാങ്കിൽ നിന്ന് ആദ്യം ഓടി ലഭിക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ പോയി ഫെഡറൽ ബാങ്ക് ഓഡി അക്കൗണ്ട് എന്നുള്ള പേരിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ബാങ്ക് ഓഡി എന്നുള്ളത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ ഓഡിയുടെ ലിമിറ്റ് എത്രയും ചോദിക്കും. ബാങ്കിൽ നിന്ന് എത്രയാണ് നമുക്ക് ഓടി കിട്ടിയത്, നമ്മുടെ 10 ലക്ഷം എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, IFSC എൻ്റർ ചെയ്യുക. അവിടെ നമ്മുടെ ബാങ്കുകളുടെ നെയിം വരണം. നെറ്റ് ഓൺ ചെയ്യട്ടെ. നെറ്റ് ഓൺ ചെയ്ത് നമുക്ക് അവിടെ ബാങ്കുകളുടെ പേരുകൾ കാണാൻ കഴിയും. ഇവിടെ ബാങ്കുകളുടെ പേരുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബ്രാഞ്ച് കൊടുക്കും. ബാക്കിയുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. സേവ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ക്യാഷുകൾ ഇങ്ങനെ ഓരോ ആവശ്യത്തിന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഓടി അവിടെ നമുക്ക് പാസ് ആയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ നിലവിൽ നിന്ന് എടുക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഓഡിയുടെ ലെഡ്ജർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക. ഓക്കെ, 10 ലക്ഷം വരെ നമുക്കതൊന്ന് ക്യാഷ് വലിക്കാൻ കഴിയും. ഇനി അടുത്തത് നമ്മളെ ഒരു പർച്ചേസ് ബില്ലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ A1 എന്നുള്ള ടീമിന്റെ കയ്യിൽ നിന്നും പർച്ചേസ് വാങ്ങണം, പർച്ചേസ് ചെയ്യാണ്. ഇവിടെ ഡേറ്റ് ഉണ്ട്. ഇവരുടെ ഇൻവോയ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇത്രയും ഡീറ്റെയിൽസുകൾ ഉള്ളത്. ടാക്സബിൾ വാല്യൂ വെച്ചുകൊണ്ട് ഒരു ബില്ല് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി ഇതിന്റെ ടാക്സ് ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കാണണം. ഇതിന്റെ ഒരു ഇൻവോയ്സ് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം. ഒരു ഇൻവോയ്സ് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബില്ല് ചെയ്യേണ്ടത്. 5/4/2021 നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. വൗച്ചർ ഓപ്പൺ ചെയ്ത് നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്യാം. ആ ടീമിന്റെ ഇൻവോയ്സ് നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യാം. A1 250/21/22. അപ്പൊ ഡേറ്റ്, ഇൻവോയ്സ് ഡേറ്റ് 5/4 അപ്പൊ നമ്മൾ 5/4 എന്നുള്ളത് ഇവിടെ കൊടുക്കാം. ഇവിടെ നമ്മുടെ ഇൻവോയ്സ്, സപ്ലയറുടെ ഇൻവോയ്സ് ഡേറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റിൽ കാണുന്ന ഡേറ്റ് കൊടുക്കേണ്ടത് F2 വെച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ്, ചില സ്ഥാപനങ്ങളൊക്കെ ചെയ്യാറില്ലെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ എന്നാണോ ഐറ്റം റിസീവ് ആവുന്നത്. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് അതേപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽ കിട്ടാൻ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് മെറ്റീരിയൽ ആയിട്ട് വരിക. 5, 6, 7, 8 ദിവസങ്ങളൊക്കെ പിടിക്കും. അപ്പൊ അത്തരം സമയങ്ങളിൽ നമ്മുടെ അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഈ GSTയുടെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് 25-ാം തീയതി ബില്ല് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അടുത്ത മാസത്തിലേക്കാണ് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ഏപ്രിൽ മാസത്തെ GST റിട്ടേൺ ചെയ്ത സമയത്ത് നമ്മൾ ആ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ബില്ലുകളും മറ്റു വിഷയങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ GST മറ്റു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ F2 വെച്ചുകൊണ്ട് ഡേറ്റ് വെക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എന്നാണോ ഐറ്റം റിസീവ് ആയിട്ടുള്ളത് ആ ഡേറ്റ് ആണ് വെക്കാറുള്ളത്. അപ്പൊ ഞാനിവിടെ 6/4 എന്നുള്ളത് കൊടുത്തു. 6-ാം തീയതിയാണ് നമുക്ക് മെറ്റീരിയൽ റിസീവ് ആയത്. സപ്ലയർ ഇൻവോയ്സ് നമ്പറും സപ്ലയറുടെ ഡേറ്റും ആ ഒരു ഇൻവോയ്സിൽ ഉള്ളത് പോലെ തന്നെ കാണിച്ചു. ഈ A1 എന്നുള്ള ടീമിന് ഓൾറെഡി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും ബാക്കി വിഷയങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പർച്ചേസ് 18% തന്നെയാണ് അണ്ടർ വരുന്നത്. 18% അണ്ടറിലാണ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഐറ്റംസുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ പ്ലൈവുഡ് ട്രോജൻ 8/4 അതിൽ ഏകദേശം 4 തിക്നെസ്സുകളിലായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഐറ്റംസിന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് വരിക.
പ്ലൈവുഡ്, ട്രോജൻ. 8.4 എന്നുള്ള സൈസ് കൂടി നമ്മൾ കൊടുക്കണം, കാരണം അതിന്റെ തൊട്ട് താഴെ 6.4 നമ്മൾ സാധനം കൊണ്ടുവരുന്നുണ്ട്. 16. ഈ ഒരു സാധനത്തെ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. Ctrl+Alt+C അടിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതിനെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലൈവുഡ് എന്നുണ്ടാവും, ട്രോജൻ എന്നുള്ളത് ഉണ്ടാവും. ഞാൻ ഇവിടെ ട്രോജൻ എന്നുള്ളതിലേക്കാണ് ഇതിന് അണ്ടർ കൊടുത്തിട്ടുള്ളത്. കാറ്റഗറി പ്ലൈവുഡിന്റെ 710 എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ സ്റ്റോക്ക് യൂണിറ്റ് വരുന്നത് നമ്പേഴ്സിലാണ്. ആൾട്ടർനേറ്റീവ് യൂണിറ്റ് കൊടുത്തിട്ടില്ല. സ്റ്റാൻഡേർഡ് റേറ്റ്സും നമ്മളിവിടെ കാണിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഇവിടെ എസ് കൊടുക്കുക. നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 2000 എന്നുള്ളതാണ് വരിക. അതിലൂടെ നമ്മൾ അതിന്റെ ഒരു 18% അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് പലരും പല രീതിയിലേക്കാരം. ഇവിടെ ടാക്സ് റേറ്റ് മാത്രം കൊടുക്കുക, മറ്റൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് മാത്രം കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 2000 എന്നുള്ളത് കൊടുത്തു. അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഇവിടെ 2400 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി 2400 പുറമെ എന്ത് വരും? അഡീഷണൽ ടാക്സ് വരും. ഈ 2000 പുറമെ എന്ത് വരും? അഡീഷണൽ ടാക്സ് നമുക്കവിടെ വരും. ഓക്കെ, ഇങ്ങനെ നമുക്കത് എൻ്റർ ചെയ്യാം. GST അപ്ലിക്കബിൾ ആണ്. ഓൾറെഡി നമ്മൾ പ്ലൈവുഡുമേ ഇതിന്റെ HSN കോഡും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് സെറ്റ് ചെയ്തിരുന്നു. ആ അണ്ടറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ HSN കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മതി. ആ സ്റ്റോക്ക് ക്രിയേഷന്റെ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യാം. നമ്മോട് ഗോഡൗൺ ചോദിക്കുന്നുണ്ട്. ഏത് ഗോഡൗണിക്കാണ് മെറ്റീരിയൽ കൊണ്ടുവരുന്നത്? നമുക്ക് കൊണ്ടോട്ടി, അതേപോലെ മെയിൻ ലൊക്കേഷൻ മഞ്ചേരിയാണ് മെയിൻ ലൊക്കേഷൻ, മലപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്ക് തന്നെയാണ് ക്വാണ്ടിറ്റി വരുന്നത്. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. 50,000. റേറ്റ് വരുന്നത് 2000. നേരത്തെ നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റിൽ 2000 എന്നുള്ളത് കൊടുത്തോണ്ടാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ റേറ്റ് 2000 എന്നുള്ളത് വന്നത്. ഓക്കെ, ഇതേപോലെ ഇനി ഞാനിവിടെ വീണ്ടും Alt+C അടിക്കുന്നു. നേരത്തെ ഞാനത് കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് ഇനി അത് ജസ്റ്റ് മാത്രം മാറ്റി കൊടുക്കുന്നുള്ളൂ. ഇവിടെ ട്രോജൻ എന്നുള്ളത് കൊടുക്കുക. 710ലേക്കാണ് ഗ്രേഡ് കൊടുത്തിട്ടുള്ളത്. നമ്പേഴ്സ് ആണ്, ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി ഇല്ല. എസ് കൊടുക്കുക. ഇവിടെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് 2300 ആണ്. ഇത് നമ്മൾ 2800 കൊടുക്കുന്നത്. ഇത് 19 mm ആണ്. MM-ല് ചെറിയ മാറ്റം വരുത്താനുണ്ട്. അതിനുശേഷം Ctrl+A അടിച്ചാൽ Ctrl+A അടിച്ചാൽ നമുക്കത് സേവ് ചെയ്യാൻ കഴിയും. അതിനുശേഷം ക്വാണ്ടിറ്റി നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്കാണ് സാധനം കൊണ്ടുവരുന്നത്. ക്വാണ്ടിറ്റി കൊടുക്കാം. 20,2300 ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് എത്ര MM നോക്കാം. 12 mm 1700 റേറ്റ് ആണ് വരുന്നത്. നേരത്തെ പോലെ തന്നെ റേറ്റ് 1700 ആണ്. 2100 സെയിൽ ചെയ്യും. GST അപ്ലിക്കബിൾ ആക്കിയിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഈ ഗോഡൗണുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ K എന്നുള്ളതാണ് ഫസ്റ്റ് ഗോഡൗൺ വരുന്നത്. അതിനുശേഷമാണ് മെയിൻ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ എൻ്റർ അടിച്ച് പോകുന്ന സമയത്ത് ഈ കൊണ്ടോട്ടി എന്നുള്ളത് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പില് നമ്മുടെ മെയിൻ ലൊക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്പറോ എന്തെങ്കിലും കൊടുത്താൽ, ഇപ്പൊ 1 എന്നുള്ള നമ്പർ കൊടുത്താൽ ഒന്നാമത്തെ ആയിരിക്കും അവിടെ വരിക. അപ്പൊ അങ്ങനെ നമുക്കത് ചെയ്യാം. ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യരുത്, ഈ ഗോഡൗണുകൾ ഒരു കാരണവശാലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കരുത്. നമുക്ക് അതിന്റെ റേറ്റ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 9 mm ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രോജൻ 710 നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റ് ചെയ്യാം. 20 ക്വാണ്ടിറ്റിയിൽ 1200 ആണ് റേറ്റ് വരുന്നത്. സ്ഥാനത്ത് നമ്മളൊരു 1500 രൂപക്ക് സെയിൽ ചെയ്തു. GST അപ്ലിക്കബിൾ ആയി. അല്ല, കൊണ്ടോട്ടിയുടെ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴും വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. 20 1200 റേറ്റ്. ഓക്കെ, ഇനി ബാക്കിയുള്ള കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്, ഞാൻ അതൊന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെ ബില്ലിലെ അവസാന ഐറ്റംസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഗോഡൗൺ സെലക്ട് ചെയ്യാം. 10 ക്വാണ്ടിറ്റി 1200. ടോട്ടൽ വരുന്നത് 2,93,000 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ GST നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ CGST എന്നുള്ളത് കാണിക്കാം. SGST. ഓക്കെ, ടോട്ടൽ 3,45,740 രൂപയാണ്.
വരുന്നത്. ഇനി ഈ ടീമിന്റെ ഈ വെബിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ വെബിൽ ഉണ്ടെങ്കിൽ ഈ വെബിലിന്റെ നമ്പറൊക്കെ നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഈ വെബിൽ എടുക്കുക എന്നുള്ളത് നമുക്ക് ആ രീതിയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ വിവരങ്ങളും എൻ്റർ ചെയ്തു. ഇതില് മിസ്മാച്ചുകൾ സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, ഇനി വേറെ 2 ബില്ലും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് 8/4 ഡേറ്റ് വരുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാർജ്, നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്പോർട്ടിംഗ് ചാർജിൽ ബില്ലുള്ള ടീമുകൾക്കാണെങ്കിൽ അത് നമ്മൾ പർച്ചേസിൽ തന്നെ കാണിക്കണം. ഇത് RCM വെച്ചുകൊണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമ്മളത് ബില്ല് കാണിക്കണം. ഇതിൽ നമ്മൾ ഈ ഒരു ടീമിന് പേയ്മെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരുടെ ബില്ലും മറ്റു വിഷയങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ ക്യാഷ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടീമുകൾക്ക് പൈസ കൊടുക്കുന്നത്. ഓക്കെ, അന്ന് നമ്മൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അണ്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. GST അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഈ ഒരു ബില്ലിൽ നമുക്ക് GST അപ്ലിക്കബിൾ അല്ല. നമ്മളിവിടെ GST അപ്ലിക്കബിൾ ആണ് എന്ന് കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷനിൽ ഇതൊരു മിസ്മാച്ച് ആയിട്ട് ഇങ്ങനെ വരും. ഇത്ര രൂപയുടെ മിസ്മാച്ച് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. നമുക്ക് 5000 രൂപ അതിന് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് നമ്മൾ കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ സേവ് ചെയ്യാം. ഇപ്പൊ നമ്മള് ബാലൻസ് ഷീറ്റിൽ വന്ന് നോക്കാം. നമുക്ക് നിലവില് കറണ്ട് സമയത്ത് നമ്മുടെ ക്യാപിറ്റലിൽ എമൗണ്ട് ഉണ്ട്. ഇവിടെ കറണ്ട് ലയബിലിറ്റീസിൽ ഏകദേശം ഒരു 3.85 നമുക്ക് വരുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് അതേപോലെ തന്നെ കറണ്ട് അസറ്റിൽ 12.80 ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ഉൾപ്പെടുന്നതാണ് എമൗണ്ട് കൂടിയിട്ടുള്ളത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ 5000 രൂപ നമ്മളിപ്പോൾ ലോസിലായി. അതായത് ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോഴൊന്നും നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാധിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മളെ ബാധിക്കുക എവിടെയാണ്, നമ്മൾ ആ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുത്തോടുകൂടി നമ്മുടെ ക്യാഷ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അവിടെയാണ് നമുക്ക് അതിന്റെ ഒരു ലോസ് സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ പേയ്മെന്റുകൾ കൊടുക്കാനുണ്ട്. നമുക്കറിയാം നമ്മള് കമ്പ്യൂട്ടറുകൾ, ഫർണിച്ചർ വാങ്ങിയ ടീമിനൊക്കെ നമ്മൾ പേയ്മെന്റ് കൊടുക്കാണ്ട്. അപ്പൊ നമ്മൾ അവരുടെ പേയ്മെന്റ് കൂടി കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മള് ബാങ്കിൽ നിന്നാണ് കുറച്ച് ക്യാഷ് കാണിക്കേണ്ടത്. നമ്മുടെ OD അക്കൗണ്ടിൽ നിന്നും നമ്മൾ സിറ്റി ഫർണിച്ചറിന്റെ 49,000 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്, സിറ്റി ഫർണിച്ചറിന് കാണിക്കാണ്. എഗെയിൻസ്റ്റ് റെഫറൻസിൽ നമ്മൾ 49,000 രൂപ കാണിച്ചു. അപ്പൊ മുകളിൽ നമ്മൾ ആ ഫെഡറൽ ബാങ്ക് എന്നുള്ളത് 49,000 രൂപ മൈനസ് കാണാം, ഒരു റെഡിലായിട്ട്. നമ്മുടെ OD അക്കൗണ്ട് നിർത്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ 10 ലക്ഷം വരെ നമുക്ക് എമൗണ്ടുകൾ എടുക്കാൻ പറ്റും. 49,000 വരെ നമ്മൾ ബാങ്കിൽ നിന്ന് കൊടുത്തു. ഇനി ഇതേ ഒരു ടീമിന് നമ്മൾ ഇനി കമ്പ്യൂട്ടർ എടുത്ത ടീമുണ്ട്, മൈജി. അവർക്ക് 60,000 രൂപ നമ്മൾ കൊടുത്തു. ഇനി ഇവരെ ലെഡ്ജർ ഒന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. മൈജിക്ക് ഒരു 62 രൂപ ഉണ്ട്. ഈ 62 രൂപ നമുക്ക് അവർ ഡിസ്കൗണ്ട് തരികയാണ്. അപ്പൊ നമ്മൾ ഒരു എൻട്രി ഇടണം. ഇവിടുന്ന് തന്നെ എൻട്രി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ Alt+I അടിച്ചാൽ മതി. Alt+I അടിച്ചാൽ നമുക്ക് വൗച്ചറുകൾ അവിടെ നിന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വരും. ജേണൽ എടുക്കുക. നമ്മൾ ഡിസ്കൗണ്ട് മൈജി 62 രൂപ മൈജി ഡിസ്കൗണ്ട് ചെയ്യാണ്. ഡിസ്കൗണ്ട് ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത്. GST നമുക്ക് ഇതിന് അപ്ലിക്കബിൾ അല്ല. സേവ് ചെയ്യാം. അപ്പോ ഈ ഒരു ടീമിന്റെ ലെഡ്ജർ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ആ സിറ്റി ഫർണിച്ചറിന്റെ ലെഡ്ജറും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 560 രൂപ ഇവിടെയുണ്ട്. Alt+I അടിക്കുക. ജേണൽ വോച്ചർ ഓപ്പൺ ചെയ്യുക.
സിറ്റി ഫർണിച്ചർ. ഓക്കെ, ഈ സിറ്റി ഫർണിച്ചർ എന്തുകൊണ്ടാണ് ഇവിടെ എടുത്തത് വെച്ചാൽ നമുക്ക് ലാബിലിറ്റി കുറയുമ്പോഴാണ് നമ്മൾ അതിനെ ജേണലിൽ ബൈ ചെയ്യുക. 2 നമുക്ക് അതിൽ ഇൻകം വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ 2 ചെയ്തത്. ടോട്ടൽ 622 രൂപ നമുക്ക് എന്തിട്ടി, നമുക്ക് ഇൻകം ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ എൻട്രികൾക്ക് ശേഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്താണ് അവസ്ഥ എന്ന് പോയി നോക്കാം. സോറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കങ്ങള്. നമ്മളെ പർച്ചേസ് അക്കൗണ്ടിൽ 293 കാണുന്നുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിൽ നമ്മൾ 5000 രൂപ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൊടുത്തതും കാണുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൽ 293 ഉണ്ട്. ലോസ് ആയിട്ട് ഇവിടെ 5000 രൂപയാണുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ആ ഇൻഡയറക്റ്റ് ഇൻകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് കിട്ടിയത് കൊണ്ട് 622 രൂപ ഒരു വരുമാനം വന്നുകൊണ്ട് നമ്മുടെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് 4378 രൂപയാണ്. അതിന്റെ ഒരു റേഷ്യോ എത്രയുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നെറ്റ് ലോസിന്റെ റേഷ്യോ നിലവിൽ നമുക്കിവിടെ വന്നിട്ടില്ല. അത് പ്രത്യേകിച്ച് എൻട്രികളൊന്നും വരാത്തതുകൊണ്ടാണ് അതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. അടുത്ത പാർട്ടുകളിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഏകദേശം നമ്മൾ ഇപ്പൊ കോൺട്രാ വൗച്ചറിനെയും പേയ്മെന്റ് വൗച്ചറിനെയും പർച്ചേസ് വൗച്ചറിനെയൊക്കെ നമ്മൾ ജേണൽ വൗച്ചറിനെയൊക്കെ നമ്മളിപ്പോ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ബാക്കി വൗച്ചറുകളൊക്കെ ഓരോ എൻട്രികളിലൂടെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.